ഹലോ ഗൈസ്, ഇപ്പൊ നമ്മൾ ഓൺലൈനായിട്ട് നമ്മുടെ കസ്തൂരി മഞ്ഞൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. കസ്തൂരി മഞ്ഞൾ നമ്മുടെ അറിവിലും അതേപോലെ തന്നെ നമ്മുടെ കാർന്നോന്മാരുടെ അറിവിലൊക്കെ ആ ഒരു മറ്റേ ഐറ്റാണ് എന്ത്, നമ്മുടെ മഞ്ഞ കസ്തൂരി മഞ്ഞൾ ഏത് ഷോപ്പിൽ പോയാലും മഞ്ഞ കിട്ടുള്ളൂ. പോരാത്തിന് വലിയ വലിയ ബ്യൂട്ടി പ്രൊഡക്റ്റിലൊക്കെ ആഡ് ചെയ്യുന്നത് നമ്മുടെ കസ്തൂരി മഞ്ഞൾ തന്നെയാണ്. അതിന്റെയാണല്ലോ നമ്മളതിൽ പിക്ചർ കാണാറ്. പക്ഷെ ഇടക്കാലത്ത് വെച്ചിട്ട് അതല്ല കസ്തൂരി മഞ്ഞൾ എന്നാണ് പറയുന്നത്. സോ ഈ ഒരു ഐറ്റം ഞാൻ വാങ്ങിയിട്ടുണ്ട്. അപ്പൊ പാക്കിംഗ് ഒന്നും വന്നിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ, നോർമലാണ്. പക്ഷെങ്കിലും സെക്യൂർ ആയിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് നല്ലൊരു കത്തിയുടെ ആവശ്യമുണ്ട് ഗൈസ്, ഇതൊന്ന് കട്ട് ചെയ്യാൻ. അപ്പൊ ഞാൻ നന്നായിട്ട് ഒരു പാക്ക് ചെയ്തിട്ടുണ്ട്, കണ്ടല്ലോ. അപ്പൊ ഇത് നമ്മള് അവരുടെ പേജിൽ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ്. പക്ഷെ ഞാൻ ക്യാഷ് ഓൺ ഡെലിവറി എല്ലാം എടുത്ത കേട്ടോ, ഓൺലൈൻ ട്രാൻസ്ഫർ ആയിരുന്നു, ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കുക ചെയ്ത കേട്ടോ. അപ്പൊ ഇതേ മെസ്വ നാച്ചുറൽസ് ആണ് കേട്ടോ അവിടെ പീച്ച്. ഇതാണ് ഇത് വെള്ളല്ലോ കളറ്, ചില മഞ്ഞല്ലേ, മഞ്ഞ മറ്റേ നമ്മള് നല്ല മഞ്ഞായിരിക്കൂലേ, ഇതാണ് കളർ കേട്ടോ. അപ്പൊ ഇത് 100 ഗ്രാമാണ്. അവരുടെ പേജിൽ 399 399 രൂപയാണ് കേട്ടോ. ഇനി സ്മെല്ല് ചെയ്ത് നോക്കട്ടെ കേട്ടോ. സ്മെല്ല് നമ്മുടെ കസ്തൂരി മഞ്ഞൾ ഉണ്ടല്ലോ സെയിം അതിന്റെ സ്മെല്ല് തന്നെ. പക്ഷെ ഇത് നമുക്ക് ഒരു മഡ് കളറാണ്, മണ്ണും കളറ്. പിന്നെ ടെക്സ്ചർ ഒക്കെ സെയിം നമ്മുടെ കസ്തൂരി മഞ്ഞളിന്റെ ടെക്സ്ചർ തന്നെയാണ് കേട്ടോ. അപ്പൊ എന്തായാലും ഇത് യൂസ് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മള് കസ്തൂരി മഞ്ഞൾ മൂത്ത് തേച്ച് നോക്കിയാണ് കേട്ടോ. താത്ത ഓൾറെഡി തേച്ച് പോയി. അപ്പൊ ജസ്റ്റ് കുറച്ച് പാലെടുത്തിട്ട് പാല് തേച്ച് നോക്കിയാണ് കേട്ടോ. താത്ത പറഞ്ഞു നോക്ക് നീറുണ്ട്. എന്നിട്ട് നീറിനൊന്നുമില്ല. സാധാരണ മഞ്ഞൾ തേച്ച് നമുക്ക് ഒരു നീറിൽ കിട്ടും, സ്വാഭാവികം. പക്ഷെ ഇത് നീറിലൊന്നുമില്ല, ജസ്റ്റ് ഒരു ഒരു കൂളിംഗ് എഫക്റ്റാ പറയാറ്. എനിക്ക് കൂളിംഗാ കിട്ടുന്നത്. എനിക്ക് പൊതുവെ ഗായ്സ് മഞ്ഞൾ അങ്ങനെ പറ്റത്തില്ല, അത് വേറെ കാര്യം. പിന്നെ അതൊന്നുമില്ല, ഉണങ്ങുമ്പോ കഴുകി കളയാം. പക്ഷെ നീറ്റിലുള്ളത് സത്യം തന്നെയാണ് കേട്ടോ. എനിക്ക് വരെ നീറ്റിലുണ്ട്. അല്ല, എന്റെ മുഖത്ത് പിന്നെ ഒരുപാട് കുരും കാര്യമൊക്കെ ഉണ്ട്. ഞാൻ അതുകൊണ്ടാണ് നീറ്റിലൊന്നും അറിയില്ല. എന്റെ മുഖത്ത് കുരു ഇല്ലല്ലോ, എന്റെ മുഖത്ത് ഒന്നുമില്ല ഇല്ല. എന്നിട്ടാണ് എന്റെ മുറിങ്ങനെ നീർന്നത് കണ്ടോ. എന്തായാലും തേച്ച് നോക്കാം ഗൈസ്, പൈസ കൊടുത്ത് വാങ്ങിയതല്ലേ. എന്നിട്ട് വെളുക്കണമെന്നൊന്നും ഞാൻ പറയണില്ല. പക്ഷെ നമ്മുടെ മുഖത്തുള്ള എന്റെ മുഖത്ത് അത്യാവശ്യം കുരുണ്ട്, കുഞ്ഞു കുരു. ആ കുരു ഒന്ന് പോയാ മതി. അത് പോയാ എല്ലാരും വാങ്ങി തേച്ചോളും ഗൈസ്. കാരണം കൊല്ലങ്ങളായിട്ടുള്ള കുരുവാണ്, ഒന്ന് പോവെന്ന് അറിയണല്ലോ. അങ്ങനല്ല, ഏതോ പ്രായം മുതൽ തുടങ്ങിയ കുരുവാ. എന്റെ മാപ്പിള പറഞ്ഞു 24 വയസ്സായ പോവും ജനിച്ചു. എനിക്ക് 24 കഴിഞ്ഞു, 25 അയ്യാടി. എനിക്ക് 25 ആയിച്ചോളൂ, 1 വയസ്സ് കൂട്ടി. ഇക്ക് 1 വയസ്സ് കൂടി, അണക്ക് 1 വയസ്സ് കൂടെ. അത് ചോർക്കണം, ഇതിന്റെ മൂത്താണ്. അപ്പൊ ഞാൻ അത് വാഷ് ചെയ്തു കേട്ടോ. വാഷ് ചെയ്തിട്ട് ബ്രൈറ്റനിങ് ഉണ്ട്. അപ്പൊ എന്തായാലും 1 വീക്ക് യൂസ് ചെയ്തിട്ട് റിസൾട്ട് നോക്കി നോക്കാം.